അമേരിക്കയിൽ സർക്കാർ ഷട്ട്ഡൌൺ അവസാനിച്ചു. 40 ദിവസത്തെ ഭരണ പ്രതിസന്ധിക്കാണ് ഇതോടെ വിരാമമായത്. ജനുവരി 31 വരെയുള്ള ധനാനുമതി ബില്ലിന് അമേരിക്കൻ സെനറ്റിന്റെ അനുമതിയായി. ജീവനക്കാരെ പിരിച്ചുവിടുന്ന നടപടി ഉൾപ്പെടെ മരവിപ്പിക്കും. 8 ഡെമോക്രാറ്റ് അംഗങ്ങൾ ബില്ലിനെ പിന്തുണച്ചു. അതേസമയം മുഖ്യ തർക്ക വിഷയമായ ആരോഗ്യ പരിരക്ഷാ നികുതി ഇളവ് അടുത്ത മാസമാകും സെനറ്റ് പരിഗണിക്കുക. ഒക്ടോബർ 1 അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ഷട്ട്ഡൌൺ ആരംഭിച്ചത്. ആരോഗ്യ മേഖലയ്ക്ക് നൽകി വരുന്ന ധനസഹായം സംബന്ധിച്ചാണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് പാർട്ടികൾക്കിടയിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമായത്. ധനാനുമതി ബിൽ പലതവണ സെനറ്റിൽ പാസ്സാകാതിരുന്നതോടെ അമേരിക്കയിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാവുകയായിരുന്നു. വിവിധ മേഖലകളെ ഷട്ട്ഡൌണിന്റെ പ്രത്യാഘാതം നേരിട്ട് ബാധിച്ചു. 7 ലക്ഷത്തിലധികം സർക്കാർ ജീവനക്കാർ ശമ്പളമില്ലാതെ ജോലി ചെയ്യേണ്ട നില വന്നു. വ്യോമഗതാഗതം താറുമാറായി. എയർ ട്രാഫിക് കൺട്രോളർമാരുടെ അമിത ജോലിഭാരം ഒഴിവാക്കാൻ വിമാന സർവീസുകൾ വെട്ടിക്കുറയ്ക്കേണ്ടത് അനിവാര്യമാണെന്ന് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചു. സർവീസുകൾ വെട്ടിക്കുറയ്ക്കാൻ 24 സംസ്ഥാനങ്ങളിലായി 40 വിമാനത്താവളങ്ങൾക്ക് FAA നിർദ്ദേശം നൽകി. ഗർഭിണികൾക്കും അമ്മമാർക്കും ശിശുക്കൾക്കുമുള്ള പോഷകാഹാര സഹായ പദ്ധതിയായ WIC ഉൾപ്പെടെ പ്രധാന പദ്ധതികൾ സ്തംഭിക്കുമെന്ന നിലയിലായി. സൈനികർക്ക് പോലും ശമ്പളം നൽകാൻ കഴിയാത്ത സാഹചര്യം ഉടലെടുത്തു. ഒടുവിൽ ഷട്ട്ഡൌൺ അവസാനിപ്പിക്കാൻ സെനറ്റിൽ ഒത്തുതീർപ്പാവുകയായിരുന്നു. 8 ഡെമോക്രാറ്റിക് അംഗങ്ങൾ പിന്തുണച്ചതോടുകൂടി ബിൽ പാസ്സാകാനുള്ള 60 വോട്ടുകൾ എന്ന കടമ്പ കടന്നു. ജനുവരി 31 വരെ സർക്കാർ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ധനാനുമതി ബില്ലാണ് അംഗീകാരമായത്. ഡെമോക്രാറ്റുകളുടെ പ്രധാന ആവശ്യമായ ആരോഗ്യ പരിരക്ഷാ നികുതി ഇളവ് അടുത്ത മാസം പരിഗണിക്കും. ഇനി ജനപ്രതിനിധി സഭ ഈ തീരുമാനം അംഗീകരിക്കണം. ശേഷം പ്രസിഡന്റ് ട്രംപ് ബില്ലിൽ ഒപ്പുവെക്കണം. അത് ഈ ആഴ്ച തന്നെ ഉണ്ടായേക്കും. 1981 ശേഷം അമേരിക്ക നേരിടുന്ന 15ാം ഷട്ട്ഡൌൺ ആയിരുന്നു ഇത്. 2019 ട്രംപിന്റെ ഭരണകാലത്ത് തന്നെ 35 ദിവസം നീണ്ടുനിന്ന ഷട്ട്ഡൌണിനും അമേരിക്ക സാക്ഷ്യം വഹിച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.